നമ്മളേറെ വിഷമത്തോടുകൂടി കാത്തുനിന്ന കൺസ്ട്രക്ഷൻ മാനേജറായ ഹിമാചൽ സ്വദേശിയായ വിക്രം റാണയുടെ ഭൗതിക ശരീരം ഡെഡ് ബോഡിയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. NDRFൻ്റെ കെഡാവർ ഡോഗ് റാംബോ ആദ്യം സ്മെല്ല് ചെയ്ത് ആ സ്ഥലത്ത് ഇന്നലെ 2-3 തവണ നമ്മൾ സെർച്ച് നടത്തിയതാണ്. പക്ഷേ വീണ്ടും അവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതായ പരിക്ക് പറ്റി വന്നതായിരിക്കുന്ന ഒരാളുടെ അനുമാനമടക്കം എടുത്ത് വീഡിയോ അടക്കം തുടർ പരിശോധനകൾക്ക് വിധേയമാക്കി അതിനുശേഷം ഡോഗിനെ വിന്യസിച്ച് ഡോഗ് വന്ന് പ്രത്യേകമായി ഒരിടത്തിറങ്ങി നിന്ന് അവിടെ സ്മെല്ല് ചെയ്ത് അവിടെ നിന്ന് തന്നതായ സിഗ്നലാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. അവിടെ നിന്ന് ബോഡി എടുത്തു. ബോഡി കുടുംബം ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. ഇതിൽ മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ ദുരന്തത്തിന് ശേഷം എല്ലാ ബോഡിയും ആദ്യം 3 മരിച്ച ബോഡി നമ്മൾ കണ്ടെത്തി. 5 പേർ മിസ്സിംഗ് ആയിരുന്നു. 5 പേരുടെ ബോഡിയും കണ്ടെത്തി അതാതിടത്തേക്ക് ഫാമിലിക്ക് കൈമാറാൻ വേണ്ടി ഇപ്പം വിക്രമിൻ്റെ ബോഡി താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് എംബാം ചെയ്ത് ഫാമിലിക്ക് കൈമാറി അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു ദുരന്തമുണ്ടായപ്പോൾ ജില്ലാ ഭരണകൂടം അതുപോലെ സർക്കാർ എല്ലാ രീതിയിലുള്ള മെച്ചപ്പെട്ട ഏകോപനങ്ങൾക്കും നേതൃത്വം കൊടുത്തു. അതിൽ 2 മന്ത്രിമാർക്ക് ചുമതല തന്നു. മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപന പ്രവർത്തനങ്ങൾക്കും സർക്കാർ നേതൃത്വം കൊടുത്തു. മുഖ്യമന്ത്രി സ്ഥലത്ത് വന്നു. പ്രിയങ്ക ഗാന്ധി നേരിട്ട് മീറ്റിങ്ങിൽ പ്രിയങ്ക ഗാന്ധി മീറ്റിങ്ങിൽ ഓൺലൈനായി അറ്റൻഡ് ചെയ്തു. ഇന്ന് കാലത്തും ഇന്നലെയും ഒക്കെ ഈ കുടുംബങ്ങളുമായും ഞങ്ങളുമായും നിരന്തരമായ സമ്പർക്കത്തിലാണ്. എല്ലാ ഏകോപന പ്രവർത്തനങ്ങളിലും അവരും പങ്കാളിയായി. ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വരികയുണ്ടായി. അവരോടൊക്കെ പ്രത്യേകമായിട്ടുള്ള കടപ്പാട് ഈ സമയത്ത് തന്ന നിർദ്ദേശങ്ങൾക്ക് മുഴുവനുള്ള കടപ്പാട് ഈ സമയത്ത് സർക്കാരിന് വേണ്ടി അറിയിക്കുകയാണ്. ഇതൊരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. NDRFൻ്റെ വയനാട്ടിലുള്ള സംഘം, കോഴിക്കോടുണ്ടായിരുന്ന സംഘം, ആ 2 സംഘമാണ് പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് എത്താൻ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ നേരത്തെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. പോലീസ് ഉടനെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിൻ്റെ കൂടെ NDRFും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ RRTയും ഉൾപ്പെടെ എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഓപ്പറേഷൻസിനാണ് നേതൃത്വം കൊടുത്തത്. അതിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഒരു വലിയ പങ്കാളിത്തം വഹിച്ചു. ഇവിടെ ഒന്ന് ഒറ്റപ്പെട്ടതായിരിക്കുന്ന ചൂരൽമലയിൽ ഒരു ക്ലിനിക്ക് ഡോക്ടറുടെ സാന്നിധ്യത്തോടു കൂടി ആരംഭിക്കാൻ, 2 ഇവിടെ ഒരു സിസ്റ്റം ക്യാമ്പ് ചെയ്തുകൊണ്ട് നിൽക്കാൻ, 3 എത്തുന്ന ബോഡി വളരെ പെട്ടെന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് പോലീസും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ക്രമീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് ഡിലേ ഇല്ലാതെ തന്നെ എംബാം പ്രോസസ്സ് അടക്കം നടത്തി. പിന്നെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സർക്കാരിൻ്റെ ഏകോപന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ കമ്പനിയാണ് പറഞ്ഞത് വീടുകളിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് ബോഡി കൊണ്ടുപോകാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാം. സർക്കാർ പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്യാം. പക്ഷേ അവരതിൻ്റെ ഉദ്യമം ഏറ്റെടുത്തതുകൊണ്ട് അവരാ ദൗത്യവുമായി മുന്നോട്ട് പോയി. അവർ ചാർട്ട് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റുകളിൽ സമയത്തിനനുസരിച്ച് തന്നെ ആ ഫ്ലൈറ്റുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർക്കും സാധിച്ചു. ഇത് ലോക്കൽ ബോഡികൾ, പ്രത്യേകിച്ചും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഈ മിഷനിലെടുത്തതായിരിക്കുന്ന ക്യാമ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇവിടെ പ്രാദേശികമായ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, ഇതെല്ലാത്തിലും തന്നെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് പങ്കാളിത്തം വഹിച്ചു. സന്നദ്ധ സംഘടനകളെ പ്രത്യേകം എടുത്തു പറയുന്നു. ഇന്ന് കാലത്ത് നമ്മൾ ഒരു 250ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകന്മാരുടെ ഒരു നീണ്ട തെരച്ചിൽ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മൾ തുടങ്ങുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇവിടെ രാവിലെ സ്കെച്ച് ചെയ്ത് നമ്മൾ തീരുമാനിച്ചതായ സ്ഥലത്ത് നിന്ന് ബോഡിയുടെ സിഗ്നൽ കിട്ടുന്നത്. ആ സന്നദ്ധ സംഘടനകളോടൊക്കെ എല്ലാവരോടുമുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. തുർക്കി ജീവൻ രക്ഷ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ഈ മിഷൻ്റെ ഭാഗമായി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. ഇതിനെ സഹായിച്ചതായിരിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെ
ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനപ്രതിനിധികളായ ആളുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, എല്ലാവരുടെയും പങ്കാളിത്തം വലിയ രീതിയിലുണ്ടായി, ഏകോപനമുണ്ടായി. അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സാധനങ്ങൾ എത്തിക്കാൻ, പിന്നെ ആംബുലൻസ് വിട്ടുതരാൻ, അതുപോലെ ഇവിടെ ദുരന്തമുണ്ടായതിന് ശേഷം വലിയ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ എത്തിക്കാൻ സഹായിച്ചതായിരിക്കുന്ന പല ക്രഷർ ഓണേഴ്സ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വലിയ ഹിറ്റാച്ചി, ഇപ്പോൾ ഊരാലുങ്കൽ, അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങൾ, അവരുടെയൊക്കെ പിന്നെ വിവിധ സാധനങ്ങളും സാമഗ്രികളും യന്ത്രങ്ങളുമൊക്കെ നമ്മൾ കൊണ്ടുവരികയുണ്ടായി. അവരോട് എല്ലാവരോടുമുള്ള, ഇപ്പോൾ സുധീഷിൻ്റെ സ്ഥാപനം ഉൾപ്പെടെ എല്ലാവരും, അവരോടൊക്കെയുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും മെച്ചപ്പെട്ട ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ജില്ലാ കലക്ടർ ഈ സംഭവം ഉണ്ടായ ഉടനെ സ്ഥലത്തെത്തി ADM ഉൾപ്പെടെ ഫുൾ ടൈം ക്യാമ്പ് ചെയ്തു. എല്ലാ ദിവസവും ഒരു നേരം വൈകുന്നേരം എല്ലാ ദിവസവും ഞങ്ങൾ കൂടിയിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ എടുത്ത തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കൃത്യതയുണ്ടോ എന്ന് വിലയിരുത്തി എല്ലാ നടപടികളും ഇന്ന് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അതിൽ പിന്നെ മനുഷ്യ സാധ്യമായ ഒരു ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനും അവസാനത്തെ ഭൗതിക ശരീരം കണ്ടെത്താനും സാധിച്ചത് ആശ്വാസകരമാണ്. മരണപ്പെട്ടതിലുള്ള ദുഃഖവും പ്രയാസവും രേഖപ്പെടുത്തുന്നു. ആ കുടുംബങ്ങളോട് പരമാവധി നീതി പുലർത്താൻ സംസ്ഥാന സർക്കാരിനും നമുക്കെല്ലാവർക്കും സാധിച്ചു. അതിനെ സഹായിച്ചതായിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ വിവരം പുറത്തേക്ക് എത്തിക്കാൻ, അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ, സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കാൻ മാധ്യമപ്രവർത്തകർ നിയന്ത്രണ വിധേയമായാണ് ഈ സ്ഥലം നമ്മൾ ക്രമീകരിച്ചത്. അവിടെ ഹൈ എക്യുപ്മെൻറ്റ്സോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പ്രവർത്തകർക്ക് ആ സംഭവ സ്ഥലത്ത് പോയി നിങ്ങൾക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള പരിമിതികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിനോടൊക്കെ നിങ്ങൾ സഹായിച്ചു, സഹകരിച്ചു. അതിനോടെല്ലാത്തിനുമുള്ള നന്ദി പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം, ഈ പ്രദേശത്തുള്ളതായിരിക്കുന്ന ജനങ്ങൾ, ചൂരൽമലയിലെ ജനങ്ങൾ പിന്നെ ഒരു ടീം തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ നമ്മൾക്കൊക്കെ വന്ന് നിൽക്കാനുള്ള ഇടം നമ്മളൊന്നും അനുവാദം പോലും ചോദിക്കാതെയാണ് ഈ സ്ഥലത്ത് അവരവരുടെ വീടുകളിൽ കയറി നമ്മളൊക്കെ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോയത്. അവരൊക്കെ നമുക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യം ചെയ്യുകയായിരുന്നു. പ്രദേശവാസികളായ ജനങ്ങളോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടുമുള്ളതായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് പറയുന്നു. മുഖ്യമന്ത്രി എല്ലാ ദിവസവും എല്ലാ സമയവും ബന്ധപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് രേഖപ്പെടുത്തി. 3 ബോഡി ആദ്യം നമുക്ക് കിട്ടി. 5 ബോഡിയായിരുന്നു മിസ്സിംഗ്. അവസാനത്തെ ബോഡി ശ്രീ വിക്രം റാണയുടേതായിരുന്നു. വിക്രം റാണയുടെ ബോഡിയും നമുക്കിപ്പോൾ കണ്ടെത്താൻ സാധിച്ചു. വേറെ ഒരു പരാതിയും നമ്മുടെ മുമ്പിൽ നിലവിലില്ല. അതുകൊണ്ട് അയച്ച ബോഡി ഇപ്പോൾ 5 ബോഡി, അവസാനം മിസ്സിംഗ് ആയിട്ടുള്ള 5 ബോഡിയും നാട്ടിലേക്ക് അയക്കാനുള്ള ക്രമീകരണമായി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ ഒരു പരാതിയും ഇല്ലാത്തതുകൊണ്ട്, പ്രാദേശികമായിട്ടുള്ള ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുക. അപകട സാധ്യത ഇപ്പോഴുണ്ട്. ഈ പാലത്തിന്റെ സമീപത്തുള്ള വീടുകൾ അവരെ മാറ്റുന്ന അത് സീരിയസ് ആയാലും ഇന്ന് വൈകുന്നേരം തന്നെ അതിപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉടൻ കിട്ടും. കമ്മിറ്റി വരും, കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉടൻ കിട്ടും. അതിനനുസരിച്ച് അതിൻ്റെ ക്രമീകരണം ഉണ്ടാവും. മാറ്റി താമസിപ്പിക്കേണ്ടതായിരിക്കുന്ന ആളുകളെ സ്കെച്ച് ചെയ്യാനും അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി പഞ്ചായത്തും ജില്ലാ ഭരണകൂടം കൂടിയിട്ടുള്ള ഒരു ഏകോപിത പ്രവർത്തനം ഉണ്ടാവും. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആയിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഈ മണ്ണ് നീക്കം ചെയ്യലും തുടർ പ്രവർത്തനങ്ങളും തുടരും. റിലേറ്റീവ്സോടെ അങ്കുഷ്, ഏറ്റവും വലിയ വിഷമം അവരിവിടെ വന്ന് നിൽക്കുന്ന ആ കാഴ്ച, അതൊരു വല്ലാത്ത വിഷമകരമായ കാഴ്ചയാണ്. ഫാമിലി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ അവസാനത്തെ ബോഡി വന്നപ്പോൾ ഇവർ പറയുമായിരുന്നു, ദാറ്റ് ഈസ് യുവേഴ്സ്, നോട്ട് ഓഫ് അവേഴ്സ്, ഞങ്ങളുടേതല്ല, നിങ്ങളുടെ ബോഡിയാണ് വന്നത് എന്ന് പറയുന്ന അവരുടെ ഒരു വല്ലാത്തൊരു മുഖമുണ്ട്. വിഷമമായിരുന്നു സത്യത്തിൽ. ഈ അവസാനത്തെ ബോഡി കിട്ടിയപ്പോൾ ഉള്ള അവസാനം അതിൻ്റെ റിമൈൻസിങ് ആ ബോഡിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം ചെറുതാണ്.